പക്ഷേ അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയതാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് കുറെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പം ദേശീയ മാധ്യമങ്ങളടക്കം വിരൽ ചൂണ്ടുന്നത് പൈലറ്റുമാരിലേക്കാണ്. പൈലറ്റുമാരുടെ ഇടപെടലില്ലാതെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ദുരന്തം നടന്നത്, അല്ലെങ്കിൽ ഈ സ്വിച്ച് ഓഫ് ആയത് അവർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ദുരന്തം സംഭവിക്കുന്നത്. എന്താണ് അതിന്റെ ഒരു വിലയിരുത്തൽ? കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ വെബ്സൈറ്റിലടക്കം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ ക്യാപ്റ്റനായ സുമിത് സബർവാളിന്റെ പിഴവാണ് ഈ ഇത്ര വലിയൊരു ദുരന്തം 246 പേരോളം മരണപ്പെട്ട അത്ര വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിച്ചതെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് രണ്ട് സാധ്യതകളുണ്ട്. കാരണം ഒരുപക്ഷെ അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങിന്റെ വിമാനങ്ങൾക്കുണ്ടാവുന്ന സാധാരണമായ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഒരു മറയായി ഇന്ത്യൻ പൈലറ്റുമാരുടെ പിഴവ് എന്ന രീതിയിൽ ഈ ഒരു ദുരന്തം വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം, അത്തരത്തിലുള്ള ഒരു നീക്കം എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ പൈലറ്റ് അസോസിയേഷൻ, ഇന്ത്യൻ പൈലറ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ പൈലറ്റുമാരുടെ സംഘടനയടക്കം ഈ ഒരു നീക്കത്തെ അപലപിച്ചു കഴിഞ്ഞു. ഇതിൽ 2025 ജൂൺ 12-നാണ് ഈ ഒരു വലിയ ദുരന്തമുണ്ടാകുന്നത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക് നഗരത്തിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787 വിമാനമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇത് പറന്നുയർന്നയുടൻ തീഗോളമായി ഇത് സമീപത്തെ BJ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് വിമാനം തീഗോളമാവുകയും അവിടെ ഉണ്ടായിരുന്ന ഹോസ്റ്റലിലടക്കം ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും ചെയ്ത ദാരുണമായ സംഭവം. ഈ നൂറ്റാണ്ടിലെ ഈ ഒരു ദശാബ്ദത്തിലെ തന്നെ ഏറ്റവും ഭീകരമായൊരു ഏവിയേഷൻ ദുരന്തമായിട്ടൊക്കെ കണക്കാക്കപ്പെടുന്ന ഒരു ദുരന്തമാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ ഈ ഒരു വിമാനാപകടത്തിൻ്റെ പ്രധാന കാരണം ഈ വിമാനത്തിലുള്ള ബ്ലാക്ക് ബോക്സ് കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ അതിൽ നിന്ന് ലഭിക്കുന്ന നിർണായകമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഈ വിമാനത്തിൻ്റെ ഈ അപകടത്തിൻ്റെ കാരണം എന്താണെന്ന് വിലയിരുത്താൻ സാധിക്കും. അങ്ങനെ ഈ ദുരന്തം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം, അതേ ദിവസം ആ ഒരു 2 ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആ ഇടയെ തന്നെ ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിരുന്നു. ഈ ബ്ലാക്ക് ബോക്സിൽ ഈ കോക്പിറ്റിനകത്ത് പൈലറ്റുമാർ തമ്മിൽ നടത്തുന്ന ആശയവിനിമയങ്ങൾ അടക്കം റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമാണ്. ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതിന് ശേഷം നടത്തിയ അന്വേഷണത്തിൽ ഈ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങളെല്ലാം ഇത് അന്വേഷിക്കുന്ന ഇന്ത്യയിലെ എയർക്രാഫ്റ്റ് ദുരന്തങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയുണ്ട്, ഇൻവെസ്റ്റിഗേറ്റ് ഏജൻസിയാണ്. അപ്പോൾ ഈ ഏജൻസി ഇതൊക്കെ കാര്യമായി പരിശോധിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ ഏജൻസി പുറത്തുവിട്ടിരുന്നില്ല. ഇപ്പോൾ ഈ ഏജൻസിയുടെ അന്വേഷണ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇത് പൈലറ്റുമാരുടെ പിഴവ് എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പുറത്തുവിട്ട ഇതുമായി ബന്ധപ്പെട്ട ബ്ലാക്ക് ബോക്സിലെ ശബ്ദരേഖ എന്ന് പറയുന്നു. ഇതിൽ ഒരു പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ആക്കിയത്? അപ്പോൾ ആ പൈലറ്റ് മറുപടി പറയുന്നു, എനിക്കിത് അറിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നു. ഈ ഒരു ആശയവിനിമയം മാത്രമാണ് പറന്നുയർന്ന ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ മാത്രം തീഗോളമായി പോയ ആ വിമാനത്തിൻ്റെ കോക്പിറ്റിനുള്ളിൽ നടന്ന എന്താണെന്ന് അറിയാൻ ലോകത്തിന് മുന്നിൽ ബാക്കിയുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് ഈ ശബ്ദരേഖയിലെ ഈ ഓഫ് ചെയ്തത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന പൈലറ്റ് ഈ വിമാനത്തിൻ്റെ സഹ പൈലറ്റായ ക്ലൈവ് കുന്ദർ എന്ന മംഗളൂരു സ്വദേശിയായ പൈലറ്റാണെന്നാണ് ഈ വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിമാനം പറത്തുകയായിരുന്ന 2 പൈലറ്റുമാർ, ഒന്ന് ക്ലൈവ് കുന്ദർ, രണ്ടാമത്തെ ആൾ സുമിത് സബർവാൾ. അദ്ദേഹം ഒരു മുംബൈ സ്വദേശിയാണ്, മുംബൈയിലെ ജൽവിഹാർ മേഖലയിൽ താമസിക്കുന്ന 55 വയസ്സുകാരനായ ഒരു പൈലറ്റാണ്. ഇപ്പോൾ ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ഈ പൈലറ്റിന് മാനസികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിത രീതി തന്നെയാണ് അവർ അതിനൊരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. ഇദ്ദേഹം ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. സഹ പൈലറ്റുമാരോട് പോലും വളരെ കുറച്ച് മാത്രമേ ആശയവിനിമയം നടത്തി വന്നിരുന്ന ഒരാളാണ്. ഇദ്ദേഹം പ്രായമായ അച്ഛനും അമ്മയ്ക്കൊപ്പമാണ് മുംബൈയിലെ തൻ്റെ വാസസ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ 88 വയസ്സുള്ള അച്ഛനാണ് ഇദ്ദേഹത്തിന് കൂട്ട്. അമ്മ 2 വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു. അതിനുശേഷം ഏകദേശം വിഷാദം അവസ്ഥയിലൂടെയാണ് ഇയാൾ കടന്നുപോയതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനായിരുന്ന പഴയ സഹപ്രവർത്തകനും പൈലറ്റുമായിരുന്ന മോഹൻ രംഗനാഥൻ ഈ കഴിഞ്ഞ ദിവസം പറയുന്നത്. ഇദ്ദേഹം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പൈലറ്റാണെന്നാണ് ഇദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നത് കൂടി ക്രോഡീകരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിൽ 2 ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ പൈലറ്റുമാരുടെ പിഴവായിട്ട് ഇത് വരുത്തി തീർക്കുക. രണ്ടാമത്തേത് ബോയിങ്ങിനെ രക്ഷിക്കുക. തീർച്ചയായും ഈ ഒരു സംഭവം ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത് വാൾ സ്ട്രീറ്റ് ജേണലും ടെലിഗ്രാഫും ഒക്കെ ആയതുകൊണ്ട് ഇതിൽ അമേരിക്കൻ പങ്ക്, പ്രത്യേകിച്ച് ബോയിങ് അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ ബോയിങ്ങിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ സംശയാതീതമായി
നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ബോയിങ്ങിൻ്റെ വിമാനങ്ങൾക്ക് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ വിമാനത്തിലെ ദുരന്തത്തിന് കാരണമായി എന്ന് ഏറ്റവും ഒടുവിൽ അനുമാനിക്കുന്ന ആ ഒരു ഈ എഞ്ചിനിലേക്ക് ഇന്ധനം എത്തിക്കുന്ന സ്വിച്ചുകൾ മാനുവലായി ഓഫ് ചെയ്യപ്പെട്ടതാണെന്നാണ് ഈ അപകടത്തിൻ്റെ കാരണമായി പറയുന്നത്. ഈ സ്വിച്ചുകൾ മാനുവലായി മാത്രം ഓഫാകുന്ന ഒന്നാണ്. ഇത് ബോയിങ്ങിൻ്റെ എതിരാളികളായ എയർബസ്, ബോയിങ്ങിൻ്റെ പ്രധാന എതിരാളികളാണ്. ഈ വിമാന നിർമ്മാണ കമ്പനികളിലെ രണ്ട് പ്രധാനപ്പെട്ട കമ്പനികളാണ് ബോയിങ്ങും എയർബസും. ഇത് രണ്ടും അമേരിക്കൻ കമ്പനികളാണ്. ഇതിലെ ബോയിങ് 2025 വരെ ഈ ലാസ്റ്റ് നടന്ന അപകടം വരെ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള മാനുവലായിട്ടുള്ളൊരു സ്വിച്ചാണ്. ഈ സ്വിച്ച് ഇങ്ങനെ പൊക്കത്തേക്ക് ഉയർത്തിയതിന് ശേഷം പുഷ് ചെയ്താൽ മാത്രമാണ് ഈ വിമാനത്തിലേക്കുള്ള ഇന്ധനം, വിമാനത്തിൻ്റെ എഞ്ചിനിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെടുത്താൻ സാധിക്കും. അതിൻ്റെ പ്രധാന ഉദ്ദേശം ആ ഒരു സ്വിച്ചിൻ്റെ കർമ്മം എന്താണെന്ന് വെച്ചാൽ ഈ വിമാനത്തിൻ്റെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ആ വിമാനത്തിൻ്റെ എഞ്ചിന് തീപിടിച്ചാൽ കൂടുതൽ അപകടം ഉണ്ടാക്കാതെ അത് പരിഹരിക്കുക. അത് ഈ വിമാനം എന്ന് പറയുന്നത് വളരെ വലിയൊരു ബോംബാണ്. കാരണം വളരെ ഭീകരമായ അളവിൽ ഏവിയേഷൻ ഫ്യൂവൽ നിറച്ചുകൊണ്ടാണ് ഓരോ വിമാനവും സഞ്ചരിക്കുന്നത്. ആയിരക്കണക്കിന് ലിറ്ററാണ് ഓരോ വിമാനവും ഉൾക്കൊള്ളുന്ന ഇന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആകാശത്ത് വെച്ച് പെട്ടെന്നുണ്ടാകുന്ന അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ എഞ്ചിനിലേക്കുള്ള ഇന്ധനം നിയന്ത്രിച്ചുകൊണ്ട് ആ അപകടത്തിൻ്റെ തീവ്രത കുറയ്ക്കുക അല്ലെങ്കിൽ അത് പരിഹരിക്കുക എന്നതാണ് ഈ സംവിധാനത്തിൻ്റെ ലക്ഷ്യം. ഇവരുടെ ഈ ബോയിങ്ങിൻ്റെ എയർബസിൻ്റെ അതിൻ്റെ എതിരാളികളായ എയർബസ്, ഈ എയർബസ് 1980 മുതൽ ഇതൊക്കെ ഇലക്ട്രോണിക് സംവിധാനമാക്കിയതാണ്. ഇപ്പോഴും ഇത് ഒരു മാനുവൽ കൺട്രോൾ എന്ന രീതിയിൽ പിന്തുടർന്ന് വരുന്നത് ബോയിങ് കമ്പനി മാത്രമാണ്. ഇത് ഒരിക്കലും കൈതട്ടി പോകില്ല എന്നാണ് വ്യോമയാന രംഗത്തെ വിദഗ്ധരടക്കം പറയുന്നത്. കാരണം ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു കവചമുണ്ട്, ഇതിന് നടുക്കാണ് സ്വിച്ച്. ഈ സ്വിച്ച് മാനുവലായി ഉയർത്തിയതിന് ശേഷമാണ് ഇത് പുള്ളി ചെയ്യേണ്ടത്. ഇത് പുള്ളി ചെയ്താൽ മാത്രമേ ഈ ഇന്ധന വിതരണം തടസ്സപ്പെടുകയുള്ളൂ. ഈ അഹമ്മദാബാദ് ദുരന്തത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു പക്ഷേ വിമാനം ഒരു സുരക്ഷിതമായ ഉയരത്തിലെത്തിയതിനു ശേഷമാണ് ഈ ഒരു പുഷ് ആ സ്വിച്ചിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കില്ല. ഇത് പറന്നുയർന്ന ഉടൻ ഏതാനും അടി മാത്രം ഭൂമിയിൽ നിന്ന് ഉയരത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഇന്ധന വിതരണം എഞ്ചിനിലേക്ക് ഉണ്ടാകുന്നത് പെട്ടെന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ അതാണ് ഈ BJ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിലേക്ക് ഇടിച്ചിറങ്ങുകയും ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പൈലറ്റിൻ്റെ പിഴവാണ് ഇതിന് കാരണമെന്ന് പറയുന്നവർ ഈ എയർലൈൻ മേഖലയിലെ പല സമകാലികമായിട്ടുള്ള അപകടങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ ഒരു ജർമ്മൻ വിമാനം അപകടത്തിൽപ്പെട്ടു. ഈ ജർമ്മൻ വിമാനം അപകടത്തിൽപ്പെടുമ്പോൾ അതിന് കാരണം ഈ ഒരു സഹ പൈലറ്റിനെ പുറത്തേക്ക് പോയ സമയത്തിന് 2 പേർ ഒരേ സമയം കോക്പിറ്റിൽ വേണം. ഒരാൾ ബാത്റൂമിൽ എന്തോ പോയ സമയത്ത് ഇയാൾ പുറത്തു നിന്ന് വാതിൽ പൂട്ടി. അങ്ങനെ ഇയാൾ ഈ വിമാനം അപകടത്തിൽപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതയുള്ള ആളുകൾ ഇത്തരത്തിൽ മുൻപും അപകടങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു അപകടമാണോ അഹമ്മദാബാദിൽ ഉണ്ടായതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിൽ ബോയിങ് വിമാനത്തിന് ഇതിനു മുൻപ് US-ലെ അന്വേഷണ ഏജൻസികൾ എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട അന്വേഷിക്കുന്ന ഫെഡറൽ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏജൻസി ഇടെയാണ് ഇത്തരത്തിലുള്ള പിഴവുകളെപ്പറ്റി ബോയിങ്ങിന് മുന്നറിയിപ്പ് കൊടുത്തത്. എന്നാൽ അതൊരു ഉപദേശം മാത്രമാക്കി അവർ അവഗണിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതുകൂടാതെ അപകടത്തിൽപ്പെട്ട ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെ എത്യോപ്യയിലും അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ 2 വിമാനങ്ങൾ, ഈ 2 വിമാനങ്ങളിൽ ഘടിപ്പിച്ചിരുന്ന ആംഗോസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് പൈലറ്റുമാർ പോലും അറിയാതെയാണ് വിമാനത്തിൽ ഘടിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഈ സംഭവം എന്ന് പറയുന്നത് വിമാനത്തിൻ്റെ ചലനം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ആണ് ഇന്തോനേഷ്യയിലും എത്യോപ്യയിലും അപകടത്തിന് കാരണമായി എന്ന് പിന്നീട് കണ്ടെത്തുകയും അത് പിന്നീട് ആ ഒരു ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളെല്ലാം തിരിച്ചിറക്കി സാങ്കേതിക തകരാർ ഉൾപ്പെടെ പരിഹരിച്ചതിന് ശേഷമാണ് പിന്നീട് ഇത് പറക്കാൻ അനുവദിച്ചത്. അത്തരത്തിൽ ഈ ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ സീരീസുകളുടെ വിമാനങ്ങൾക്ക് പൊതുവേ അപകട സാധ്യത കൂടുതൽ എയർലൈൻ ആക്സിഡൻറ്റുകൾ ഈ വിമാനങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട് എന്ന രീതിയിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ആഘാതം ഈ എയർലൈൻ പ്രത്യേകിച്ച് 10-20,000 കോടി രൂപയിലധികമാണ് ഒരു വിമാനത്തിൻ്റെ വിലയായി വരുന്നത്. അപ്പോൾ ഇത്ര വലിയൊരു മാർക്കറ്റാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ 3ാമത്തെ എയർലൈൻ ഇൻഡസ്ട്രിയാണ്, ലോകത്തെ 4ാമത്തെ എക്കണോമിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ബോയിങ് വിമാനങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ഭയപ്പാടോടെ ആളുകൾ കാണുന്നത് അല്ലെങ്കിൽ എയർലൈൻ കമ്പനികൾ കാണുന്നത് അവരുടെ കച്ചവടം ഇടിക്കുകയും എയർബസ് പോലെ തങ്ങളുടെ പ്രധാന എതിരാളികൾക്ക് വളരെ അവസരം ഒരുക്കി കൊടുക്കുമെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സാങ്കേതിക തകരാർ എന്നതിനപ്പുറം
ഇത് ക്യാപ്റ്റൻ്റെ അല്ലെങ്കിൽ ക്യാപ്റ്റന്മാരുടെ പിഴവാണ് എന്ന് വരുത്തി തീർക്കുന്നതാണ് കമ്പനികൾക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് വാൾ സ്ട്രീറ്റ് ജേണൽ അടക്കമുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുത്തി തീർക്കുന്നതെന്നാണ്. എന്തായാലും പൈലറ്റിന് 2025 ഫെബ്രുവരിയിലാണ് ക്ലൈവ് കുന്ദറിൻ്റെ മാനസികാരോഗ്യ പരിശോധന കഴിഞ്ഞത്. അതിന് ശേഷമാണ് ഈ സുമിത് സബർവാളിൻ്റെ മാനസികാരോഗ്യ പരിശോധന കഴിഞ്ഞത്. ഇത് രണ്ടും, ഈ ഫിറ്റ്നസ് ടെസ്റ്റ് രണ്ടും പാസ്സായാൽ മാത്രമേ വിമാനം പറത്താൻ പറ്റൂ. അല്ലാതെ പെട്ടെന്ന് ഒരാൾക്ക് കയറിയിരുന്ന് പറത്താൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പിഴവുകൾക്ക് കാരണം ഇവരുടെ മാനസികമായിട്ടുള്ള, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമാണ് പ്രധാനപ്പെട്ട സംശയനിഴലിലാക്കുന്നത് ഇദ്ദേഹത്തെ. കാരണം ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരാൾ, വൃദ്ധരായ മാതാപിതാക്കളോടൊപ്പം കഴിയുന്ന ഒരാൾ. ഇദ്ദേഹം അച്ഛനോട് പറയുന്നുണ്ട്, ഇത് എൻ്റെ 2-3 ഫ്ലൈറ്റോടെ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ പണി നിർത്തുകയാണ്, പിന്നീട് അച്ഛനോടൊപ്പം സമയം ചെലവഴിക്കാനാണ് എൻ്റെ ഉദ്ദേശമെന്ന് ഇദ്ദേഹം അച്ഛനോട് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ ചടങ്ങിലടക്കം അച്ഛൻ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള പല പ്രസ്താവനകൾ, ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം, ഇതൊക്കെ കൊണ്ടുകൂടിയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ സുമിത് സബർവാൾ എന്ന ഈ ഒരു വിമാനത്തിൻ്റെ 1ാം പൈലറ്റിലേക്ക് ഈ ഒരു അപകടത്തിൻ്റെ കാരണം വിരൽ ചൂണ്ടാനുള്ള കാരണം ഇത് മറ്റ് പൈലറ്റായ ക്ലൈവ് കുന്ദർ ആണെന്നും പറയുന്നുണ്ട്. കാരണം ക്ലൈവ് കുന്ദറിനോട് സുമിത് സബർവാൾ ചോദിക്കുന്നു, എന്താണ് ഈ സ്വിച്ച് ഓഫായിരിക്കുന്നത്. അപ്പോൾ ക്ലൈവ് കുന്ദർ ആയിരിക്കും പറഞ്ഞു. അത് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്, ഇതിലാരാണ്, ഏത് പൈലറ്റാണ്, ആരോട് ആണ് ഈ കാര്യം ചോദിച്ചത്, അതിന് ആരാണ് മറുപടി പറഞ്ഞതെന്നാണ്. അത് കൃത്യമായി, ഇതെന്തായാലും അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. അത് മാധ്യമങ്ങൾക്ക് പുറത്തുവിട്ടിട്ടില്ല. അതിനുശേഷം ഇത് എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത്, ആരാണ് ഇത് പറഞ്ഞത്, എന്താണ് അതിന് പിന്നീട് ചെയ്യാൻ പറ്റുന്ന, മനുഷ്യസാധ്യമായ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ അതിന് തടസ്സം നിന്നത് ആരാണ് എന്ന തരത്തിൽ വരികയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ പല പാശ്ചാത്യ മാധ്യമങ്ങളുടെയും റിപ്പോർട്ട് ഈ ബോയിങ് എന്ന വിമാന കമ്പനിയെ രക്ഷിച്ച് ഇതിൽ ഇന്ത്യൻ ഫ്ലൈറ്റ് പൈലറ്റുമാരെ ഇതിലേക്ക് ഒതുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് സൂചന. അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇന്ത്യൻ പൈലറ്റുമാരുടെ അസോസിയേഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ കഴിഞ്ഞ ദിവസം ഈ ഒരു വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ റിപ്പോർട്ടിനെ അടക്കം അപലപിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് മനുഷ്യ സഹജമായ പിഴവാണോ അതോ ബോയിങ് കമ്പനിക്ക് സ്ഥിരമായി ഉണ്ടാകുന്ന സാങ്കേതിക തകരാറുകളിൽപ്പെട്ടാണോ 246ഓളം പേർ മരിച്ചത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത്, ഇതൊരു ആത്മഹത്യയാണെങ്കിൽ എന്തിനാണ് അയാൾ മരണത്തിലേക്ക് ഇത്രയധികം ആളുകളെ കൂട്ടിക്കൊണ്ടുപോയതെന്നടക്കം അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ മറന്നേക്ക് പുറത്തു വന്നേക്കും എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്.